കുവൈത്തിൻ്റെ കൃഷിയിടങ്ങളിൽ വിപ്ലവം കുറിക്കുകയാണ് യൂസഫ് എന്ന സ്വദേശി പൗരൻ. ഉയർന്ന ഉദ്യോഗം രാജിവെച്ചുകൊണ്ടാണ് ഫാമിംഗ് മേഖലയിൽ മികച്ച പരീക്ഷണങ്ങൾക്ക് ഇദ്ദേഹം തുടക്കം കുറിച്ചത്. അറബ് ലോകത്ത് ആദ്യമായി ബസ്മതി വിളയിച്ച കർഷകൻ എന്ന ഖ്യാതി കൂടി ഇപ്പോൾ യൂസഫിന് സ്വന്തമാണ്. കുവൈറ്റിലെ വഫറ എന്ന പ്രദേശം കാർഷിക ഫാമുകളാൽ സമ്പന്നമാണ്. രാജ്യത്തെ കാർഷികോൽപാദനത്തിന്റെ നല്ലൊരു പങ്കും എത്തുന്നത് വഫറയിലെ വിവിധ ഫാമുകളിൽ നിന്നാണ്. ചെറുതും വലുതുമായ നിരവധി കൃഷിയിടങ്ങൾ ഈ പ്രദേശത്തെ ഹരിതാഭമാക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ ജോലിക്കാരെ ഏൽപ്പിച്ച് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ സന്ദർശനം നടത്തി മടങ്ങുന്ന ഫാം ഉടമകൾ പലപ്പോഴും മുതൽ മുടക്കൽ എന്ന ധർമ്മത്തിനപ്പുറം കൃഷിയിൽ കാര്യമായ ഇടപെടലുകൾ നടത്താറില്ല. ഇവിടെയാണ് യൂസഫ് അൽ ഖുറൈബാനിയും അദ്ദേഹത്തിന്റെ കൃഷിയിടവും വേറിട്ട് നിൽക്കുന്നത്. കൃഷിയെ ഒരു വിനോദമോ ഉപതൊഴിലോ ആയി കാണാതെ നല്ലൊരു വ്യവസായവും നിത്യജീവിതത്തിന്റെ ഭാഗവുമായാണ് ഈ യുവ കർഷകൻ കണക്കാക്കുന്നത്. KNPCയിലെ ഉയർന്ന ഉദ്യോഗം രാജിവെച്ച് ഫാമിംഗിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഈ യുവാവ്. പിതാവിന്റെ വിരലിൽ തൂങ്ങി കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്ന യൂസഫിന് ചെറുപ്പം മുതലേ മണ്ണിനോടും കാർഷിക വൃത്തിയോടുമായിരുന്നു താൽപര്യം. കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരണയായതും സ്വന്തം പിതാവ് തന്നെയായിരുന്നു. അമേരിക്കയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ മാസ്റ്റർ ബിരുദം നേടിയ യൂസഫ് പഠനകാലത്താണ് അപൂർവ ഫലവർഗ്ഗങ്ങളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും മനസ്സിലാക്കിയത്. The idea starts with me when I used to study in the United States. I noticed some rare vegetable with different shape and color. I liked the idea, and I did some search on the internet to see there is no one is growing this type of vegetable here in Middle East. 2 or 3 years ago, when I came back from United States, start with succeed sometime and failed sometime. After 3 years of working and growing, now we have a big collection of the rare fruit and vegetable here in Kuwait. ഇനി നമുക്ക് യൂസഫിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തോട്ടങ്ങളിലേക്ക് പോകാം. വഫറ കാർഷിക മേഖലയിൽ ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഖുറൈബാനി ഫാംസ് ഇവിടെ തുടങ്ങുന്നു. മിഡിൽ ഈസ്റ്റിലെ കർഷകർക്ക് അത്രയൊന്നും പരിചയമില്ലാത്ത ഇനങ്ങൾ സമൃദ്ധമായി വളരുന്നു എന്നതാണ് ഖുറൈബാനി കൃഷിയിടത്തിന്റെ പ്രധാന പ്രത്യേകത. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ തികച്ചും ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചാണ് അപൂർവ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധയിനം ക്യാരറ്റുകൾ, പല നിറത്തിലും രൂപത്തിലുമുള്ള ചീര ഇനങ്ങൾ അഥവാ ലെറ്റ്യൂസ്, ബ്ലാക്ക് പൊട്ടറ്റോ, പർപ്പിൾ കോളിഫ്ലവർ, വൈറ്റ് കോൺ ഇങ്ങനെ അപൂർവ ജനുസിൽപ്പെട്ട നിരവധി വിളകളാൽ സമൃദ്ധമാണ് ഈ കൃഷിയിടം. ആഡംബര ഫലങ്ങളിൽ ഒന്നായ വൈറ്റ് സ്ട്രോബെറിയും യൂസഫ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ വിളയിച്ചെടുക്കുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് ഇവിടെ നിന്ന് ലക്ഷറി ഫ്രൂട്ട്സ് കൂടുതലായും പോകുന്നത്. This is the red regular one, and this is the rare white strawberry. This we grow it for the first time in Middle East. Is a luxury food, and we grow it in large scale now. 50-ലേറെ തൊഴിലാളികൾ 2 തോട്ടങ്ങളിലായി യൂസഫ് അൽ ഖുറൈബാനിക്ക് കീഴിൽ ജോലി ചെയ്യുന്നു. ചീരത്തോട്ടത്തിലെ കള പറിക്കുന്ന ഈ കർഷക സംഘത്തെ കണ്ടപ്പോൾ ഇന്ത്യയിലെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിലെത്തിയ പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അപൂർവ വിളകൾക്ക് പുറമെ തക്കാളി, കക്കിരി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സാധാരണ വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീസണിൽ നിത്യവും ഇവിടെ നിന്ന് വൻതോതിൽ പച്ചക്കറി ഇനങ്ങൾ വിപണിയിലേക്ക് പോകാറുണ്ടെന്ന് യൂസഫ് പറഞ്ഞു. In Kuwait, it's not really cold.
But we have a problem in summer with high temperature, so we have a cooling pad, we have a fan inside the greenhouse, so this should help us to produce more vegetables. തക്കാളിയുടെ വൈജാത്യമാണ് യൂസഫിന്റെ തോട്ടത്തിലെ മറ്റൊരു ആകർഷണീയ കാഴ്ച. വലിപ്പത്തിലും വർണ്ണത്തിലും രുചിയിലും വ്യത്യസ്തത പുലർത്തുന്ന 7ഓളം തക്കാളി ഇനങ്ങൾ ചെടികളിൽ പാകമായി നിൽപ്പുണ്ടായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഞാവൽപ്പഴങ്ങളാണെന്ന് തോന്നിക്കുന്ന ഈ പഴങ്ങൾ തക്കാളിയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഞങ്ങളുടെ മനസ്സ് വായിച്ചിട്ടെന്നോണം 1-2 അടർത്തിയെടുത്ത് മുറിച്ച് കാണിച്ചു തന്നു. രുചിച്ചു നോക്കിയപ്പോൾ തക്കാളി തന്നെ. വിവിധ വർണ്ണത്തിൽ കായ്ച്ചു നിൽക്കുന്ന ബെൽ പെപ്പറുകളും തോട്ടത്തെ സമ്പന്നമാക്കിയിരുന്നു. ആദ്യമായി ബസുമതി നെല്ല് വിളയിച്ച അറബ് കർഷകൻ എന്ന ബഹുമതിയും ഈ 35-കാരന് സ്വന്തം. കഴിഞ്ഞ സീസണിൽ പരീക്ഷണാർത്ഥം നടത്തിയ ബസുമതി കൃഷി ഇത്തവണ വിപുലമായി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. ഏപ്രിൽ-മെയ് മാസങ്ങളാണ് കുവൈറ്റിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതെന്നാണ് യൂസഫിന്റെ അഭിപ്രായം. ഇത്തവണ വിളവിറക്കുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം ആവശ്യപ്പെടാനും അദ്ദേഹം മറന്നില്ല. Basmati rice is the most famous and consumed in Middle East, GCC countries. So I like the idea and to grow it, to start to grow it. It needs like a floating area or a lot of water. I brought some seeds from India. One of my friends brought it to me and we start to put it in, grow it in a big jar or a container without hole. So we decide to grow it and see what can we do. After 2 or 3 times, we start to get, we got the basmati rice, but within a small quantity. Now within 1 month, we will start to grow it more and more, and who knows, maybe we will grow our food, basmati food here in GCC or Kuwait. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം മംഗഫിലാണ് യൂസഫ് അൽ ഖുറൈബാനി താമസിക്കുന്നത്. സമപ്രായക്കാരായ സ്വദേശി യുവാക്കളിൽ പലരും ആർഭാട ജീവിതത്തിലും സുഖലോലുപതയിലും ആനന്ദം കണ്ടെത്തുമ്പോൾ പിതാവ് തെളിച്ചു നൽകിയ ഹരിത പന്ഥാവിലൂടെ ജൈത്രയാത്ര നടത്തുകയാണ് ഈ കുവൈത്തി യുവാവ്. ഇത്തിരി നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും പിന്നെ മണ്ണുമായി ഇടപഴകാനുള്ള മനസ്സുമുണ്ടെങ്കിൽ പ്രതികൂല കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒന്നിനും തടസ്സമല്ലെന്നാണ് യൂസഫ് നമുക്ക് പകർന്നു തരുന്ന പാഠം. ഹരിതവഴിയിൽ ഇനിയും ഒരുപാട് കാലം താണ്ടാൻ ഈ യുവാവിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം.